this is കാന്താരി കല്ല് ഉള്ളിൽ കാണിക്കും. അപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പോർക്കും കപ്പയും. Oh guys, ready? Boomba! Welcome to our YouTube channel. ഇന്ന് നമ്മൾ പോകുന്നത് കുണ്ടങ്കടവ് ഷാപ്പിലേക്കാണ്. അപ്പൊ എല്ലാരും വരൂ വരൂ പോകാം. Guys, come on. ബോട്ടിങ് ചെയ്യാൻ പറ്റും. ടൂറിസം നടത്താൻ പറ്റുമോ? പിന്നെന്താ ടൂറിസം നടത്താം. ടൂറിസം നടത്താനല്ലേ കയ്യിലും ചാടഞ്ഞു നോക്കിയോളൂ. പണി തന്നെ ഇവിടെ വന്നിരിക്കാന്ന് തന്നെ പറഞ്ഞാൽ തന്നെ വലിയ കാര്യമുണ്ട്. 2 ഫാനിനെ വിട്ടുപോയി. അപ്പൊ 2 പ്ലേറ്റ് ഇതാവുമ്പോ വലിയ കള്ളുടിക്കാരി അവര് പ്ലേറ്റുകൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തരാം. ഇടിയപ്പം പിടിക്കണ്ട കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സാധനം നമ്മൾ ഓർഡർ ചെയ്ത മുളത്തണ്ട്. So this is കാന്താരി കല്ല് ഉള്ളിൽ കാണിക്കും. അപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട്? So this is മുന്തിരിക്കല്ല്. അടുത്ത കാണിക്കും. This മുന്തിരിക്കല്ല്. പൈനാപ്പിൾ. പോർക്ക് കപ്പ കപ്പ അപ്പം അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായോ? So good. ഇനി മുന്തിരി അല്ല ഇത് മുന്തിരി. മുന്തിരി ജ്യൂസ് കുടിച്ച പോലെ ഇനി മുടന്തള്ളി ഞാൻ തന്നെ കുടിക്കും. കാന്താരി ഉള്ളു. പോർക്കും കപ്പയും. So good. നല്ല ജ്യൂസി പോർക്കുണ്ട്. ജ്യൂസി അപ്പോൾ ഞാൻ ചിക്കൻ കറി. വെരി നൈസ്. ബീഫാണേ. എല്ലാത്തിനും നല്ല എരിവ് തോന്നുന്നു. ഷാപ്പിൽ എങ്ങനെയാണ് അല്ലേ? എല്ലാ കറിയും നല്ല എരിവായിരിക്കും, പക്ഷെ നല്ല രസമുണ്ട്. സൺഡേ ഒക്കെ വന്ന് ഫണ്ടേ ആക്കാനായിട്ട് പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ കുറച്ച് ഡിലേ ഉണ്ട് കേട്ടോ ഇവിടെ. സർവീസിങ് സൺഡേ വന്നതുകൊണ്ട് ആണെന്ന് തോന്നുന്നു നല്ല ഡിലേ ഉണ്ട് ഇവിടെ. ഫുഡ് വെയിറ്റ് ചെയ്യാനായിട്ട് ഒരു 3/4 മണിക്കൂർ ഇവിടെ തന്നെ ഇരിക്കേണ്ട വരും.
പൈനാപ്പിൾ ജ്യൂസ് യമ്മി ആയിട്ടുണ്ട്. മതിയോ? ഫുഡ് എങ്ങനെയുണ്ട്? പ്ലേറ്റ് മേടിച്ചു. അങ്ങനല്ല പറയേണ്ടത്. ചിക്കന്റെ കൺസിസ്റ്റൻസി സൂപ്പർ ആയിരുന്നു, പോർക്ക് നല്ല യമ്മി ആയിരുന്നു, ജ്യൂസി ആയിരുന്നു. അങ്ങനെ പറയാതെ ഇതൊക്കെ കഴിഞ്ഞു ഗൈസ്. സാധനം അങ്ങനെ തന്നെ കുടിക്കണ്ട. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദനക്ക് പെണ്ണിനെ കണ്ടേ ഞാൻ പെണ്ണിന്റെ കോട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. വെറും അഭിനയം, വെറും അഭിനയം. കള്ളടിച്ച് ടൈറ്റായി. ഈ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇതാളെ കിട്ടുന്നുള്ളല്ല. ഞങ്ങൾ റൗണ്ടിന് ഒരു 200 രൂപ തരാം. എന്ത് പറയണു? വേണ്ടേട്ടാ. ആ കാണുന്ന തോണിയിൽ ഞങ്ങളൊന്ന് റൈഡ് പോയിട്ട് വരാം. Come with us. ലാസ്റ്റ് അപ്പച്ചൻ വന്നു ഗൈസ്. അതിനെ സജി കൊണ്ടുവന്നു. എങ്ങനെ വേണം പറയാൻ? സജിമോൻ കൊണ്ടുവന്നു ഗൈസ്. അപ്പച്ചനെ സജിമോൻ കൊണ്ടുവന്ന് നമ്മളങ്ങനെ ബോട്ട് റൈഡ് പോവാണ് ഗൈസ്. സജിമോനെ കാണിച്ചു കൊടുക്കും. എങ്ങനെ അപ്പച്ചനെ റെക്കമെൻഡേഷനിലൂടെ, ഈ ചേട്ടൻ്റെ റെക്കമെൻഡേഷനിലൂടെയാണ് നമുക്ക് ചേട്ടനെ കിട്ടിയത്. താങ്ക് യു. പിന്നെ നാളെ പത്രത്തിലൊക്കെ വരും, ടിവിയിലൊക്കെ വരും. പത്രത്തിൽ വരും വീഡിയോ. ചേട്ടപ്പ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. ഇന്റേൺഷിപ്പ് വോട്ടിങ്ങിന്റെ ഡിഗ്രി. ചേട്ടൻ വള്ളം എടുക്കുന്ന നീന്താനൊന്നും അറിയില്ല. നീന്താനൊന്നും അറിയില്ല. പിന്നെന്താ പറയണ്ട? നീന്താനറിയോ? അറിയില്ല. വെള്ളത്തിൽ പോയാ നാളെ പത്രത്തില് ചേട്ടാ നമുക്ക് വേണ്ടി പൂറിക്കാണ്. സമിതിക്ക് വേണ്ടി അപ്പച്ചൻ പൂവല്ല. ഞാനൊരു പൂവെ അഭ്യർത്ഥിച്ചുള്ളൂ. അപ്പച്ചൻ എനിക്ക് വേണ്ടി 2, 3, 4 പറിക്കാണ്. അയ്യോ വീരല്ല ചേട്ടൻ. സമിതിക്ക് വേണ്ടി പൂ പറിക്കുന്ന ചേട്ടൻ. മതി ചേട്ടാ, 2 മതി. ബാക്കി അവിടെ നിന്നോട്ടെ. വേറെ ആരെങ്കിലും വന്നാൽ പഠിക്കാനോ? കുറെ പ്രയത്നങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു തോണി കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പച്ചൻ എനിക്ക് 2 പൂ തന്നു. ദ ബ്യൂട്ടി. അഴകായ പുഴയായിരുന്നു ചാലക്കുടി പുഴ. നേരെ പോയ അതിരപ്പള്ളി. ആലുവപ്പുഴ, പെരിയാർ. Oh guys,
ഞാനിങ്ങനെ തുഴഞ്ഞിട്ടാണ് തോണി നീങ്ങുന്നത് ഗൈസ്. Guys, it was super good. വാങ്ങിയത് തേടി വരുന്നൊരു വലിയ തേരാണേ. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നത് കുണ്ടൂർ കടവ് ഷാപ്പ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടായിരുന്നു. നമ്മൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. 12 മണിക്ക് ഇറങ്ങി നമ്മളൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. നല്ല ഫുഡായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫുഡ് സ്പോട്ടാണിത്. ഫുഡും കള്ളും, പല ഫ്ലേവേഴ്സിലുള്ള കള്ളും, നല്ല ഒതൻറ്റിക് ഫ്ലേവേഴ്സിലുള്ള ചിക്കൻ കറിയും, അല്ലെങ്കിൽ ഒത്തിരി സാധനങ്ങൾ, ഒത്തിരി ഫുഡുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഞങ്ങൾ വൈകിട്ട് ഇവിടുന്ന് ഒരു ബോട്ടല്ല ഒരു വള്ളം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. ഈവനിങ്ങിൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണിത്. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും, പക്ഷേ ഈവനിങ്ങിൽ ആ ഫുഡൊക്കെ കഴിച്ച് കള്ളൊക്കെ കുടിച്ച് ഈവനിങ് വന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നൊരു ബോട്ട് റൈഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡേ ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിരിക്കും. ഇറ്റ് വാസ് സോ ഗുഡ്. ഇത് ഞങ്ങൾക്ക് ആ ചേട്ടൻ പറിച്ചു തന്നതാണ്. ഇവിടെ ഒരു ചെറിയ ആമ്പൽ കുളം പോലൊക്കെ ഉണ്ട്. ആമ്പൽ കുളമല്ല, ഈ റിവറിൽ തന്നെ ഉള്ള ഒരു ആമ്പലാണ്. അത് ചേട്ടൻ സദ്യക്ക് വേണ്ടി പറഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ലൊക്കേഷൻ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുണ്ടൂർ കടവ് ഷാപ്പ്, അത് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഇവിടെ 8 മണി വരെ ഓപ്പൺ ആണ്. രാവിലെ എനിക്ക് തോന്നുന്നു രാവിലെ 9 മണിക്ക് ഓപ്പൺ ചെയ്തിട്ട് 8 മണിയാകുമ്പോഴത്തേക്ക് ഓപ്പൺ ആവും. ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.